ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മുരിങ്ങക്കറി കഴിക്കാൻ ഒരു പൂതി. എന്നാൽ പിന്നെ അത് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ അല്ലേ, കഴിച്ചിട്ടേ കാര്യമുള്ളൂ പറഞ്ഞ് മുരിങ്ങക്ക പറിച്ചു. മുരിങ്ങക്കറിൻ്റെ റെസിപ്പി ആയിട്ട് വന്നതൊന്നുമല്ല, ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാലിന് നല്ലൊരു പണിയും കിട്ടിയിട്ടോ മുരിങ്ങക്ക പറിച്ചപ്പോൾ. അതാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കിനി കറി ഉണ്ടാക്കിയാലോ. അപ്പം പരിപ്പൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടു. ഒരു 4-5 വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതിട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒരു 2 വിസിൽ വന്നത് വേവിക്കാം. ഇനി തേങ്ങ ജീരകം ചേർത്ത് നല്ലോണം അരയ്ക്കുക. നമ്മൾ ഇത് മൺചട്ടിക്ക് മാറ്റിയിട്ടുണ്ട്. ആ പരിപ്പ് നല്ലോണം നമുക്ക് ഉടച്ചെടുക്കാം. വെന്ത പരിപ്പ് നല്ലോണം ഉടച്ചെടുത്ത് അതിലേക്ക് നിങ്ങൾക്ക് മുരിങ്ങ കഴുകി വൃത്തിയാക്കി മുരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും ഒഴിക്കണം. നല്ലോണം ഇളക്കിയിട്ട് തേങ്ങ ഒഴിക്കണം. തേങ്ങയും നല്ലോണം ഇളക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു 5 മിനിറ്റ് നമുക്കത് വേവിക്കണം. മുരിങ്ങൻ്റെ ഇലയൊക്കെ വേകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇത് പെട്ടെന്ന് വേഗം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. ചോറിന് കറിയില്ലാന്ന് തോന്നി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ അതങ്ങോട്ട് വെന്തു കേട്ടോ. വെന്തിട്ട് നമുക്കതിലേക്ക് താളിക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് ചെറിയുള്ളി ഒരു 2 അരിഞ്ഞിട്ടും ഞാൻ ഒരു വറ്റൽമുളക് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. കറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് റെസിപ്പി ആയിട്ട് വന്നതൊന്നല്ല, ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്